ചായ വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കട്ടൻ ചായയാണ് കേട്ടോ. സുലൈമാനി, പിന്നെ നമ്മളുടെ കപ്പയുണ്ട്, പിന്നെ നമുക്ക് കപ്പയും ബീഫും. ഇതാണ് ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ വിഭവങ്ങൾ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് മെയ് 2 ഞങ്ങളുടെ വെഡ്ഡിങ് എൻഗേജ്മെൻറ്റ്. 2007 മെയ് 2 ഞങ്ങളുടെ വെഡ്ഡിങ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലാണെന്ന് പറയാം. ഇന്ന് കപ്പയിറച്ചി. വിവാഹത്തിന് മുമ്പുള്ള എൻ്റെ ഒരു തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടേതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാനിങ്ങനെ പറയുമായിരുന്നല്ല, ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇടില്ല. ഞാനൊരു വീട്ടിൽ നടക്കുന്ന കോലത്തിൽ എന്നെ കാണുന്ന വ്യക്തി എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ വിവാഹം കഴിച്ചാൽ മതി. അതായിരുന്നു എൻ്റെ തീരുമാനം. ഞാൻ അങ്ങനെ തന്നെയാണ് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ വീട്ടിൽ നിന്നതും. ഒരു പഴയ ചുടിദാറിട്ട് സാധാരണ രീതിയിൽ മുടി ചെയ്യുന്നവരെയൊക്കെ മുടിയൊക്കെ ചീവി, മേക്കപ്പ് ഒന്നും ഇടാതെയാണ് ഞാൻ നിന്നത്. എന്തായാലും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഇച്ചായനൊന്ന് പറയാം. ഇച്ചായൻ്റെ വിവാഹത്തിന് മുമ്പുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആയിപ്പോയത്. ഞങ്ങൾ വിവാഹം കഴിച്ചത് നല്ല രീതിയിലായത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആ ഒരു കോലത്തിൽ ഞാൻ നിന്നപ്പോഴും എന്നെ വിവാഹം കഴിക്കാനുണ്ടായ കാരണം ഇച്ചായൻ്റെ വേറൊരു തീരുമാനമാണ്. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പെണ്ണിനെ കാണാൻ പോവുള്ളൂ, ആ പെണ്ണിനെ കെട്ടുള്ളൂ. അത് ദൈവം നിശ്ചയപ്രകാരം നല്ലയാളെ തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരുന്നു. അങ്ങനെ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഒരു മേക്കപ്പും ഇല്ലാതെ ഒരു കോലം ഇല്ലാതെ നിന്ന് എന്നെ വിവാഹം കഴിക്കാൻ വേറൊരാളുടെ വേറൊരു തീരുമാനം. പക്ഷെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതെല്ലാത്തിലും ഉപരിയായി അതൊരു ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു എന്ന്. എന്താണെന്ന് വെച്ചാൽ, ഞാനും ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഞാനിങ്ങനെ പറയുമായിരുന്നു, ദൈവം തരുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ ആരാണെങ്കിലും എന്ന് ഞാനും വിശ്വസിച്ചിരുന്നു പൂർണ്ണമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അർത്തലി പേരൻസ് ഒരു വിവാഹം കൊണ്ടുവന്നപ്പോഴും അത് സ്വർഗത്തിലെ ദൈവം തന്നാണ് എന്ന് ഞങ്ങളങ്ങ് വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും ഞങ്ങൾക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. എങ്കിലും രണ്ട് എക്സ്ട്രീമുകളാണ്. ശരിയാണ്. പക്ഷേ ഓപ്പോസിറ്റ് അട്രാക്ട്സ്. പക്ഷേ അത് എൻഡ് ഓഫ് ദ ഡേ വരുമ്പോഴത്തേക്കും ബാലൻസ് ആയിട്ട് സെൻട്രലിൽ ഒരു തീരുമാനമായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് അട്രാക്ട്സ് അത് മാത്രമല്ല, മറ്റ് നമ്മുടെ എക്സ്ട്രീം ആണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നത് മ്യൂച്വലി. അതാണ് ദൈവത്തിൻ്റെ വലിയൊരു കൃപ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ചായ വിത്തുമായി കുറച്ച് നീണ്ടുപോയി, സോറി. അപ്പോൾ എല്ലാവർക്കും ബൈ.